കേരള സ്വാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ കേക്കാണ്. അതിനാവശ്യമുള്ളത് 3 കപ്പ് മൈദ, 2 കപ്പ് പഞ്ചസാര, 2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചതാണ്, 1 കപ്പ് ബട്ടർ, 4 വലിയ മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡ പൗഡർ, 2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും സോഡ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അരിപ്പയ്ക്കകത്ത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കണം. ആദ്യം നമുക്ക് ഈ മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ചുമന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ബട്ടറാണ്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി പഞ്ചസാര കുറച്ച് അടിച്ചെടുക്കാം. നമുക്കിനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വാനില എസൻസ്. നമുക്ക് മൈദ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അടിച്ചു വെച്ച മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ 1 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 30-40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് തട്ടിക്കൊടുക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമുക്ക് 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ. ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.